സജേഷ്, നിലവിൽ പ്രതിപക്ഷം സഭ വിട്ട് പുറത്തേക്ക് വരുന്നു. നിലവിൽ വലിയ പ്രതിഷേധം, വലിയ മുദ്രാവാക്യങ്ങളുമായാണ് അവർ സഭ വിട്ട് പുറത്തേക്ക് വരുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട് സഭയ്ക്ക് പുറത്തു നിന്ന്. സുനിൽ, വിവരങ്ങൾ. ഒന്നടങ്കം തന്നെ ഇപ്പോൾ LDF മാർച്ചിലേക്ക് പോവുകയാണ്. ബാബു രാജിവെക്കണം എന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ഇതിൽ അനുമതി നിഷേധിക്കുന്ന തരത്തിലുള്ള സമീപനവും അതുപോലെ തന്നെ വ്യക്തമായ മറുപടി നൽകാത്തൊരു സമീപനമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തും ഉണ്ടായത്. Hey, Babu,
रायपुर रायपुर वरण
ബാബു കരുതേണ്ട കൈക്കൂലി ബാബു കരുതേണ്ട വെയ് വെയ് രാജിവേ വെയ് വെയ് രാജിവേ നിങ്ങൾക്കെതിരെ ഉയരുന്നു ആളിപ്പടരും ജനരോഷം ഇൻക്ലാബ് സിന്ദാബാദ് LDF സിന്ദാബാദ് ആരെ വിളിക്കും എന്നെ വിളി ഹലോ ഹലോ മന്ത്രി കെ ബാബുവിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള ഇടതുമുന്നണിയുടെ നിയമസഭാ മാർച്ചാണ് നിലവിൽ പുരോഗമിക്കുന്നത്. വലിയ പ്രതിഷേധത്തോടു കൂടിയാണ് നിയമസഭാ സമ്മേളനത്തിന് നിലവിൽ തുടക്കം കുറിച്ചത്. വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിയമസഭയിൽ നിന്ന് വളരെ തിടുക്കപ്പെട്ട സഭാ നടപടികൾ ഇന്നത്തേക്ക് പൂർത്തിയാക്കുകയായിരുന്നു സർക്കാർ. എന്തായാലും സഭ വിട്ട് ഇറങ്ങിയ പ്രതിപക്ഷം ഇടത് MLA-മാരുടെ നേതൃത്വത്തിൽ നിയമസഭാ മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നിലവിൽ കണ്ടത്. ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരിമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തത്. അത്തരത്തിൽ തന്നെയാണ് പുരോഗമിച്ചതും. നിലവിൽ എന്താണ് അവസ്ഥ? അരുൺ, ശക്തമായിട്ടുള്ള പ്രക്ഷോഭം തന്നെയാണ് LDF-ന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നിയമസഭയിലേക്കുള്ള LDF-ന്റെ മാർച്ച് ആരംഭിക്കും. നേരത്തെ പ്രതിപക്ഷം ശക്തമായ രീതിയിൽ തന്നെയാണ് കെ ബാബുവിൻ്റെ രാജി ആവശ്യപ്പെട്ട അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. പക്ഷേ ഇതിനെ നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിയമസഭയിൽ ഇതിനുശേഷം പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം നിരാകരിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം ഇപ്പോൾ MLA-മാരടക്കം ഇപ്പോൾ ഇവിടെ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. ഇപ്പോൾ നിയമസഭയ്ക്കകത്ത് ഏതു തരത്തിലാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് ഭരണപക്ഷം, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി ഇരട്ട നീതിയിലുള്ള ഒരു മറുപടി പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ചിപ്പോൾ എന്നോടൊപ്പം MLA എളമരം കാര്യമുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഏത് തരത്തിലുള്ള ഒരു സമീപനമായിരുന്നു ഇന്ന് സഭയിൽ ഭരണപക്ഷം സ്വീകരിച്ചത്? ബാർ ലൈസൻസ് ഫീസ് കുറച്ചു കൊടുക്കാൻ വേണ്ടി 10 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് ബിജു രമേശ് ആക്ഷേപം ഉന്നയിച്ചത്. അതിൽ 50 ലക്ഷം റുപ്യ അദ്ദേഹം നേരിട്ട് മന്ത്രിയുടെ ഓഫീസിലെത്തിച്ചു എന്നും അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഈ സാഹചര്യത്തിൽ മാണിയെ കൈകാര്യം ചെയ്തതുപോലെ
FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ വിജിലൻസ് തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. ഈ പ്രശ്നമാണ് ഞങ്ങളിന്ന് സഭയിൽ ഉന്നയിച്ചത്. ഇരട്ട നീതിയാണ് കേരളത്തിലെന്ന് മാണി തന്നെ പരസ്യമായി ആക്ഷേപം ഉന്നയിച്ചു. മാണി പറയുന്നത് ഞാൻ കൈക്കൂലി വാങ്ങി എന്നത് കേട്ടുകേൾവിയാണ്, എന്നാൽ ബാബുവിനെതിരായിട്ടുള്ളത് നേരിട്ടുള്ള തെളിവുകളാണ്. ഇത്രയും ഭരണകക്ഷിയിൽ നിന്ന് ആക്ഷേപം ഉയർന്നു വന്നിട്ടും ഒരു വിജിലൻസ് DYSPയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി കേസ് അവസാനിപ്പിക്കുകയാണ് ഗവൺമെൻറ് ചെയ്തത്. ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അടിയന്തര പ്രമേയ സഭയിൽ അവതരിപ്പിച്ചത്. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് കോടിയേരി വിജിലൻസ് നടപടികളിലെ അപാകതകൾ, അതിലെ വൈരുദ്ധ്യങ്ങൾ, നിയമവിരുദ്ധമായ ഭാഗങ്ങൾ വിശദമായി അവതരിപ്പിച്ചു. അതിന് യുക്തിയുക്തമായ മറുപടി നൽകാൻ സർക്കാരിനായില്ല. മറുപടി പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രി വിജിലൻസിൻ്റെ നടപടികളെ ന്യായീകരിക്കുകയും ബാബു കുറ്റവാളിയല്ല എന്ന് സ്ഥാപിക്കുകയും ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ അതിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു. ബാബുവിൻ്റെ വിശദീകരണവും തൃപ്തികരമായിരുന്നില്ല. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. അതിന് ഗവൺമെൻറ് സന്നദ്ധമാകാത്ത സാഹചര്യത്തിലാണ് സഭക്കകത്ത് മുദ്രാവാക്യം വിളിച്ചത്. ഇതിനകത്ത് ആഭ്യന്തരമന്ത്രി പറഞ്ഞ ഒരു കാര്യം, മാണിയുടെ കേസ് ഒന്നാണ്, മറ്റൊരു രീതിയിലുള്ള കേസാണ് കെ ബാബുവിൻ്റെ. അങ്ങനെ പറയുമ്പോഴും രണ്ടിലും നടന്നിട്ടുള്ളത് കോഴ ഇടപാട് തന്നെയാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയാൻ ആഭ്യന്തരമന്ത്രി ഇന്ന് തയ്യാറായി. ഇത് ബാബുവിനെ രക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. ബാബു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കുക എന്ന് മുൻകൂട്ടി തീരുമാനിച്ചു. അതിനുള്ളൊരു തിരക്കഥ തയ്യാറാക്കി അന്വേഷണം ആ വിധത്തിൽ ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. മാണിയുടെ കാര്യത്തിൽ കോടതി വിധിയൊന്നും ഇല്ലാതെ തന്നെയാണല്ലോ FIR രജിസ്റ്റർ ചെയ്തത്. ആ FIR അനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആരോപണത്തിൽ തെളിവുകളുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിട്ടും സുപ്രീം കോടതിയിൽ നിന്നുള്ള അഭിഭാഷകരുടെ ലീഗൽ ഒപ്പീനിയൻ തേടിക്കൊണ്ട് അതിനെ മറികടന്ന റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ കോടതിയിൽ സമർപ്പിച്ചപ്പോൾ കോടതി അത് തള്ളിക്കളഞ്ഞു. അത്തരം നടപടിക്രമങ്ങൾ പോലും ഇവിടെ പാലിച്ചില്ല. അതാണ് ഗൗരവമായ പ്രശ്നം. ഇത് മുൻകൂട്ടി തന്നെ ബാബുവിന് ക്ലീൻ ചിറ്റ് നൽകാൻ അവർക്ക് അനുകൂലമായ റിപ്പോർട്ട് ചെയ്യുന്നൊരു DYSPയെ കണ്ടുപിടിച്ചു. ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അന്വേഷണം എറണാകുളത്തേക്ക് മാറ്റി. ആ റിപ്പോർട്ടിൻ്റെ ബലത്തിൽ ബാബു കുറ്റവിമുക്തനാണെന്ന നിലപാട് ഗവൺമെൻറ് എടുക്കുന്നു. അത് ഗവൺമെൻറ് മുൻകൂട്ടി തീരുമാനിച്ചതാണ്. ഇന്ന് ഈ ചർച്ച വരുമെന്നറിഞ്ഞിട്ട് നിയമസഭയിൽ 6 അംഗങ്ങളുടെ പേരിൽ കേസെടുത്ത് സന്ദർശക ഗാലറിയിൽ നിന്ന് ഒരാളെയും കയറ്റിയില്ല ഈ ചർച്ച കേൾക്കാതിരിക്കാൻ. അപ്പോൾ ഗവൺമെൻറ് ഒളിച്ചോടുകയാണ്, സത്യത്തെ ഭയപ്പെടുകയാണ്. ഇതുകൊണ്ടൊന്നും അഴിമതിക്കാർ രക്ഷപ്പെടില്ല, ബാബുവിന് രക്ഷപ്പെടാൻ കഴിയില്ല.